ഒക്കെ നമ്മളെ സ്കാൻ ചെയ്തിട്ട് അകത്തേക്ക് വിടുള്ളൂ. ഇനി ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞാലേ അകത്തേക്ക് പറ്റുള്ളൂ. നമ്മുടെ ബാഗ് സ്കാൻ ചെയ്യും കേട്ടോ. ബാഗ് നമ്മുടെ ബോഡി എല്ലാം ചെക്ക് ചെയ്തിട്ട് അകത്തേക്ക് വിടുള്ളൂ. ഈവൻ ക്യാപ്പ് വരയ്ക്കും അവിടെ ഊരി വെക്കണം കേട്ടോ, തലയിൽ കിടക്കുന്ന എല്ലാം സ്കാൻ ചെയ്ത് ബോഡി ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറ്റുള്ളൂ. കൂളിംഗ് ഗ്ലാസ് അടക്കം ഊരി അവിടെ വെക്കണം. വെള്ളത്തിൻ്റെ ബോട്ടിൽ എല്ലാ ചെക്കിങ് കഴിഞ്ഞു. ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു കേട്ടോ. കുറേ വീഡിയോ ഡിസ്റ്റർബായി. ഒന്നും വേണ്ട, എല്ലാം അവിടെ ഒരു വെള്ളം ഒരു പേപ്പർ അടക്കം അവിടെ സ്കാൻ ചെയ്തിട്ട് അകത്തേക്ക് വിടുള്ളൂ കേട്ടോ. കുറേ ഉണ്ട്, ലോങ്ങിൽ നമ്മൾ നടക്കാനുണ്ട്. ആർക്കിയോളജിക്കൽ കൊളോസിയം ഉണ്ടല്ലേ, ഇത് ആർക്കിടെക്ചറൽ ബിൽഡിംഗ്. ഓ വാവ് വാവ് വാവ്, ഇത് കാണേണ്ടത് തന്നെ കേട്ടോ. ഇതിനകത്തേക്ക് കയറി വന്ന് നമ്മൾ കാണേണ്ടത് തന്നെ. അവിടെ നിന്ന് ഉപേക്ഷിച്ച് പോയിരുന്നെന്നുണ്ടെങ്കിൽ പറ്റില്ലായിരുന്നു. പക്ഷേ എല്ലായിടത്തും തിരക്കുണ്ട് കേട്ടോ. ഒത്തിരി ചെക്കിങ്ങുകൾ കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മളെ മുന്നിലെല്ലാം ചെക്കിങ് ഉണ്ട്. അതുമല്ല നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. ഫോറിനേഴ്സാണ്, അവർ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ നാട്ടുകാരെ പോലെയല്ല മുമ്പേ തള്ളി മറിച്ചിട്ട് പോവുക, അങ്ങനത്തെ പരിപാടി അവർക്കില്ല. എന്തായാലും നമ്മളും വെയിറ്റ് ചെയ്യുക അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ചൈനീസ് ഭാഷ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചൈനീസ് കൂടുതലുള്ളത് കാരണമായിരിക്കും. ഇംഗ്ലീഷിലും ചൈനീസിലുമാണ് എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഇവരുടെ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ട് സ്ഥലത്താണ് അത് സ്കാൻ ചെയ്ത് എന്നിട്ട് അകത്തേക്ക് കടത്തി വിടുള്ളൂ. ടോയ്ലറ്റിൽ പോകാനൊക്കെ ജനങ്ങൾ തള്ളണം നോക്കിയാൽ എന്തൊരു തിരക്കാന്ന് നോക്കിയാൽ. ടോയ്ലറ്റിൽ പോകാൻ ക്യൂ നിൽക്കുക. എനിക്ക് തോന്നുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മൂത്രം ഒഴിച്ച് കൈ കഴിക്കണം. ഇത് ലെവൽ 1 ആണ് കേട്ടോ. ഇതിങ്ങനെ കറങ്ങി കറങ്ങി പോകാനുണ്ട് കേട്ടോ. കുറേ കറങ്ങി പോകണം, എന്നാൽ മാത്രമേ അവിടെ എത്തുള്ളൂ. ഇതാണ് കൊളോസിയത്തിൻ്റെ പിക്ചർ കേട്ടോ. ഒരു ഫുൾ റൗണ്ടാണ്. അതിൻ്റെ വെളിയിൽ നിന്നുള്ള ഭാഗമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് നേരത്തെ. ആൾക്കാർ നടന്ന് തളർന്ന് ഇങ്ങനെ എവിടെയൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഉള്ള ഏതോ ഒരു ക്ഷേത്രത്തിൻ്റെ ഇതുപോലെയൊക്കെ ഉണ്ട്. ഇനി നമ്മൾ മേളിലേക്കാണ് കയറി പോകുന്നത് കേട്ടോ. ഓക്കെ, കുറേ സ്റ്റെപ്പുകൾ കയറി മേളിലേക്ക് പോകണം. ഇത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെയാണുള്ളത്. എന്തുമാത്രം ജനങ്ങൾ ഇതിനകത്തേക്ക് കയറാൻ വേണ്ടി കയറുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കി. ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ലിഫ്റ്റ് വഴിയും കയറാം. പക്ഷെ ഞാൻ ലിഫ്റ്റ് പ്രിഫർ ചെയ്തില്ല, ബൈ സ്റ്റെപ്പ് കയറാമെന്ന് വിചാരിച്ചു. കുട്ടികളെ കൊണ്ടുവരുന്നവർക്ക് ലിഫ്റ്റിൽ കയറി പോവാം. ലേഡീസൊക്കെ ശരിക്കും തളർന്നു പോകുന്നുണ്ട് ഇത്രയും സ്റ്റെപ്പുകൾ കയറിയ.
ട്രാൻസ്ഫോർമേഷൻ ഓഫ് അണ്ടർഗ്രൗണ്ട് റിസ്ക് ഓഫ് കൊളാപ്സസ്. ഓക്കെ, നമുക്ക് ഒരേ സൈഡിൽ നിന്ന് ഇങ്ങനെ കണ്ടു പോവാം. ഇത് ഒത്തിരി ചുറ്റി വരാനുണ്ട്. ഓക്കെ, No se parece, hemos dicho. Diego, vamos. ഇതൊക്കെ ഇങ്ങനത്തെ സ്റ്റോണുകളും അതും ഇതൊക്കെ ഉണ്ട്. ഇതാണ് ഈ വെളിയിലൊക്കെ കാണുന്ന ഭാഗം. ഇത് കൂടുതലും ഇറ്റാലിയൻ മാർബിളാണ്. കേട്ടോ, ഇതിൻ്റെ രൂപങ്ങളിലൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ദ ആർക്കിടെക്ചർ ഓഫ് ദ ആംഫി തിയേറ്റർ. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന പീസ് ഓഫ് സ്റ്റോൺസ് ആണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഓ, കണ്ടില്ലേ? ഇതൊക്കെ അതിൻ്റെ പാഴ്സുകളാണ് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ ഗ്ലാസ് ഇട്ട റൂമുകളിൽ വെച്ച്. ഇറ്റാലിയൻ മാർബിൾ നമ്മുടെ നാട്ടിലേക്ക് എന്ത് വിലയാണ് കേട്ടോ. ഇറ്റാലിയൻ വൈറ്റ് മാർബിൾസ്. ഇതിന് മേളിൽ കയറിയപ്പോൾ അക്കരയെല്ലാം കാണുന്നുണ്ടോ? ഇതിൻ്റെ ചെറിയ മിനിച്ചേഴ്സ് ആണ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ദേ, ഓ വാവ്, എത്ര മേളിൽ. ദ പാലസ് ഓഫ് പവർ അതല്ലേ. അന്നത്തെ എംപയർ ഉപയോഗിച്ച സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഓക്കെ, ഇതായിരുന്നു സത്യത്തിൽ ഇതിൻ്റെ മോഡൽ കേട്ടോ. ഇത് പിന്നെ കൊളാപ്സ് ആയതാണ്. ഓക്കെ, നിങ്ങളടുത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ ഇതൊരു കണ്ടോ, ഇതാണ് ഇതിൻ്റെ സത്യത്തിലുള്ള മോഡൽ. നമ്മളിപ്പോൾ മേളിൽ കയറിയില്ലെങ്കിലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പുറത്തൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ, വളരെ ദൂരെ. ഇറ്റാലിയൻ മാർബിൾ കണ്ടോ, എൻ്റെ വൈറ്റിലുള്ള ആ ഇത് കാർഡ് ബോർഡിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് കൊളോസിയം. അതിൻ്റെ ചുറ്റുപാടുമുള്ള ഒരു രൂപരേഖയാണ് കാണുന്നത്. ഇതെല്ലാം അവരുടെ ലാംഗ്വേജിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഇംഗ്ലീഷിലൊന്നുമില്ല. ബെസ്റ്റ് ഓഫ് അപ്പോൾജറോസ് ഡമസ്കസ് ഒന്നും മനസ്സിലാവുന്നില്ല, ഇംഗ്ലീഷിലൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. ഇവിടെ വെൻഡിങ് മെഷീൻ ഉണ്ട്, വെള്ളം വാങ്ങിക്കാൻ. നമുക്ക് ആ സൈഡിലേക്ക് പോകാനുണ്ട്, പോകാം. ഇത് കണ്ടല്ലോ, ഇതിൻ്റെ ഓരോ പീസുകൾ ഇതിൻ്റെ മേളിൽ കയറ്റിയത് ഈ വിധത്തിലാണ് കേട്ടോ. ഇതാണ് അന്നത്തെ ക്രെയിൻ കേട്ടല്ലോ, ഇതാണ് ക്രെയിൻ. അത് ഉപയോഗിച്ചാണ് ഇത് ഓരോ പീസുകളും അതിന് മേളിലേക്ക് കയറ്റിയത്. ഇതും അങ്ങനെയാണ് കേട്ടോ, ഇതാണ് ക്രെയിൻ. നമ്മുടെ അടുത്ത് നമ്മൾ പറഞ്ഞില്ലേ ക്രെയിൻ ഇല്ലാതെ ഇതെങ്ങനെ ഇതെല്ലാം ഇതിൻ്റെ മേളിൽ കയറ്റിയത്, ഇത് എങ്ങനെയാണ് കയറ്റിയത് കേട്ടോ. ഇതാണ് അന്നത്തെ ക്രെയിൻ. ഇതേ നമുക്ക് ഇവിടെ അതിൻ്റെ ഈ ഒരു ഡിജിറ്റൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതന്ന് ഇതിൻ്റെ മേളിലേക്ക് കയറ്റുന്ന സീനാണ് കണ്ടോ. ഈ രീതിയായിരിക്കും നമ്മുടെ നാട്ടിൽ താജ്മഹലൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഉപയോഗിച്ചിരുന്നത് കണ്ടോ. ശരിക്കും ആൾക്കാർ കഷ്ടപ്പെട്ടാണ് ഇത് ചെയ്യുന്നത്, മനുഷ്യരും മൃഗങ്ങളെ പോലെ പണിയെടുത്തിട്ട്. വാവ്, എത്ര 4 ക്രെയിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ന് ആരാ പറഞ്ഞ ക്രെയിൻ ഇല്ലാന്ന്?
പക്ഷേ അത് മനുഷ്യനിർമ്മിതമായ ക്രെയിനാണ്, ഇന്നത്തെ പോലെ യന്ത്രവൽകൃതമല്ല. വാവ്, സത്യത്തിൽ കയറി കാണേണ്ട പ്ലേസാണ് കേട്ടോ ഇത്. 18 euro കൊടുത്താൽ എന്ത്, ദറ്റ് ഈസ് വർത്ത്. തീർച്ചയായിട്ടും 18 യൂറോയുടെ വർത്തിയാണ് കേട്ടോ. ബുക്സുകൾ ഇവിടെ കിട്ടും, ആവശ്യമുള്ള ബുക്സ് ഉണ്ട് കേട്ടോ. ഇതൊരു ബുക്ക് ഷോപ്പാണ്, നിങ്ങൾക്ക് എന്ത് വേണം ബുക്സ് വാങ്ങാം ഇവിടെ നിന്ന്. അതല്ലേ, ജനങ്ങൾ തള്ളുന്ന നോക്കിയാൽ ബുക്സും അതുപോലെ കാർഡ്സും സുവിനീഴ്സ് എല്ലാം ഇവിടെ കിട്ടും കേട്ടോ. ഏതൊക്കെ ടൈപ്പിലുള്ള സുവിനീർ വേണം ഇവിടെ ഉണ്ട്. ഇതിനകത്ത് തന്നെയുള്ള ഷോപ്പാണ്. ആൾക്കാർ സുവിനീർ ഇങ്ങനെ വാങ്ങുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമുക്കും വാങ്ങാതിരിക്കുന്നു. ഇത് പഴയ എംപയറിൻ്റെ ഇത് ക്യാപ്പാണത്. ഓക്കെ, എന്തായാലും നമുക്ക് പുറത്ത് പോയിട്ട് ആദ്യം ക്ലോസിയം കാണാം. മൊത്തത്തിൽ കണ്ടുവരട്ടെ. കണ്ടുവന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ വാങ്ങാം. ഓക്കെ, ക്ലോസിയം റൗണ്ട് അടിച്ച് കാണുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. മൊത്തം ഇത് കാണാന്ന് പറയുന്നത് കുറേ ഉണ്ട്. എന്തായാലും ഇവിടുത്തെ ലെഫ്റ്റിലേക്ക് തിരിച്ചു വിടുക കേട്ടോ. നമ്മളിപ്പോൾ അകത്തെ ഭാഗം കാണാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ താഴേക്ക് പോകണമെന്ന് തോന്നുന്നു. ഓക്കെ.